ഹായ് ഓൾ. സോ മക്കളെ, നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കടമ്പയിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് 10th ബോർഡ് എക്സാം ആണ്. സോ ബോർഡ് എക്സാം കഴിഞ്ഞ് നല്ല മാർക്ക് ലഭിക്കണം, നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ കൂട്ടുകാർ പറയുന്ന പോലെ അല്ലെങ്കിൽ പാരൻസ് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു കോഴ്സിന് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യും, അഡ്മിഷൻ ലഭിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കാലം കഴിയുമ്പോൾ റിയലൈസ് ചെയ്യും ഈ കോഴ്സ് എനിക്ക് പറ്റിയ കോഴ്സ് അല്ലായിരുന്നു എന്ന് റിയലൈസ് ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ എപ്പോഴും ഒരു കോഴ്സിനെ കുറിച്ച് ചിന്തിക്കാറ് ഒരു +1 +2 കഴിഞ്ഞിട്ടുള്ള സമയത്ത് മാത്രമാണ്. അതിലുപരിയായിട്ട് 10th ഈ ഒരു സമയത്ത് തന്നെ ഗോൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് പേർക്ക് ഗോൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് ഏത് പ്രൊഫഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാദ്യം മക്കൾ തീരുമാനിച്ച് വെക്കുക. ഇനി മെഡിക്കലോ എഞ്ചിനീയറിങ്ങോ മാത്രമല്ല, ഒരുപാട് പ്രൊഫഷൻസ് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു +1 +2 കഴിഞ്ഞ് ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ആദ്യമായി ചിന്തിച്ച് തുടങ്ങുമ്പം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഏറെയാണ്. ഇപ്പോൾ കോഴ്സിനെ കുറിച്ചോ കോളേജിനെ കുറിച്ചോ ഒന്നിനെക്കുറിച്ചും ധാരണയില്ലാതെ +2 കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇടവേളയിൽ മാത്രമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതിലുപരിയായിട്ട് 10th കഴിയുന്ന ഈ ഒരു സമയത്ത് തന്നെ മക്കൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന കോഴ്സും കോളേജുമാണ് നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ. അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചൂസ് ചെയ്യുന്നത് എപ്പോഴും ശരിയായിട്ടുള്ള രീതിയിൽ മാത്രമായിരിക്കണം. ഇപ്പോൾ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് പോലും നമുക്കറിയുന്ന എൻട്രൻസ് എക്സാമുകൾ മെഡിക്കൽ എൻട്രൻസ് ആയിട്ടുള്ള നീറ്റും അതുപോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആയിട്ടുള്ള ജെയും മാത്രമാണ്. ഇതന്നെ അറിയുന്ന ആൾക്കാർ കുറവായിരിക്കും. ഇതിലുപരിയായിട്ട് ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. കീം ആയിക്കോട്ടെ, അതായത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് എൻട്രൻസ് എക്സാമാണ് കീം എക്സാം എന്ന് പറയുന്നത്. നാറ്റ ആർക്കിടെക്ചർ എക്സാമാണ്. ഇനി നമ്മുടെ ക്വേറ്റ് എക്സാം ഉണ്ട്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമാണ്. അതുപോലെ തന്നെ NDA എക്സാം ഉണ്ട്. അങ്ങനെ ഒരുപാട് എക്സാം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു കോമ്പറ്റീവ് എൻട്രൻസ് എക്സാം പറയുമ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയിട്ടില്ല. പ്രിപ്പറേഷൻ നമുക്ക് തുടക്കം മുതൽ തന്നെ ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് +2 കഴിഞ്ഞിട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല. ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ ഈ പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമിന് മക്കൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് മക്കൾ അറിഞ്ഞു കാണും. അതായത് സ്കോളർഷിപ്പോട് കൂടെ തന്നെ സൈലം സ്കൂളുകളിൽ +1 +2 ബോർഡ് എക്സാമിനൊപ്പം തന്നെ എൻട്രൻസ് എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സാധ്യമാക്കാൻ സാധിക്കും. അതായത് ഒരു വർഷം നമ്മൾ റിപ്പീറ്റിനായിട്ട് മാറ്റി വെക്കുന്നില്ല, പകരം +1 +2നൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻട്രൻസ് എക്സാം പ്രിപ്പറേഷൻ സാധ്യമാക്കുന്നു. അപ്പോൾ റിപ്പീറ്റിനായിട്ടുള്ള ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. സോ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു കോമ്പറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ അത് ധാരാളമാണ്. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മക്കളെ സെപ്റ്റംബർ 13 നടക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു അക്കാദമിക് ഇയറിലെ ആദ്യത്തെ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മക്കൾ അറ്റൻഡ് ചെയ്യുക. സോ മക്കളെ, എക്സാമിൻ്റെ സിലബസ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി പഠിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡീപ്പായിട്ട് പഠിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ എക്സാം സെൻറ്റേഴ്സ് ആണെങ്കിലും കേരളത്തിലെ 14 ജില്ലകളിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. സോ ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കാതെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മറക്കാതെ സെപ്റ്റംബർ 13 നെക്സ്റ്റ് എക്സാം എഴുതുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.